ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ആൽക്കഹോളൊന്നും ചേർക്കാതെ അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. 1 kg വെയിറ്റ് വരുന്ന ഒരു പ്ലം കേക്കാണിത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനു മുമ്പ് ഓവൻ ഇല്ലാതെ ചെയ്യുന്ന പ്ലം കേക്കിൻ്റെ വീഡിയോയും അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലം കേക്കിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു 2 കപ്പ് ഉണ്ടാവും. ഇതിലേക്കായിട്ട് ഞാനിവിടെ ആദ്യം ഷുഗർ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ക്യാരമൽ ആവാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. മെൽറ്റായി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെക്കണം. സൈഡിൽ നിന്നൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ട് പ്ലം കേക്കിനൊരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ലൊരു കളറിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ആ പഞ്ചസാര കട്ടിയായിട്ടുള്ളതൊക്കെ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് പീൽ എടുത്തിട്ടുണ്ട്. 2 കളറിലെ ടൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂനട്ടും അതുപോലെ മുന്തിരി 2 കളറിലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സും ആണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ആപ്രിക്കോട്ട് ഉണ്ടെങ്കിൽ ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കാൻഡിഡ് ഓറഞ്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് നാരങ്ങയുടെ ആ തൊലി ഒന്ന് ചുരണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ള ഭാഗം ഒട്ടും ഇതിലേക്ക് വീഴരുത്. അപ്പോൾ പുറമേ ഉള്ള തോട് മാത്രമേ ഇതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാവൂ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഒരു മീഡിയത്തിനും ലോയിലും ഇടയിലാക്കി വെക്കുന്നുണ്ട് ഫ്ലെയിം. ഇതിലേക്കായിട്ട് ഞാൻ മസാലപ്പൊടി ചേർക്കുന്നത് അയമോദകവും ഒരു പട്ടയുടെ ഒരു ചെറിയൊരു പീസും അതുപോലെ ജാതിക്ക, ചുക്ക്, ഏലക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പു പൊടിച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടി പോലെ തോന്നുന്നത്. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഈ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു 2 കപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ, ഗ്രാമ്പുവിൻ്റെ കൂടുതലായിട്ട് ടേസ്റ്റ് നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ആപ്രിക്കോട്ടിൻ്റെ ജാമാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് ജാം ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു ജാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നാൾ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളപ്പം പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കേടാകാതെ തന്നെ ഇത് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിലേക്കായിട്ട് കാരമൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് കാരമലായി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പിലും കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് വറ്റി വരണം. വെള്ളം കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഉപ്പുള്ള ബട്ടർ എടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ മൈദ ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കരുത്. ബട്ടർ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ 150 ഗ്രാം ചേർത്ത് കൊടുക്കാം. പിന്നീട് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടിൽ തന്നെ ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും. അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കിനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുക്കുമ്പോൾ ചെറിയ മുട്ട എടുത്താൽ മതി, 3 എണ്ണം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ആക്കിയിട്ട് അതിലേക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പും 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ബട്ടർ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ കാരമൽ സിറപ്പിൽ 150 ഗ്രാം ബട്ടർ അങ്ങ് ആദ്യമേ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കിയൊന്നും മുട്ട എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. അത് ഒരു മൈദ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സേ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് ചെയ്തിട്ടുള്ള 1/4 കപ്പ് വരെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിന് പകരം കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. കാരമൽ സിറപ്പ് എടുത്തിട്ടുണ്ട്. അത് ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. സ്പാച്ചുല വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ടാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ലപോലെ തന്നെ സൈഡിലും ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെയും ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവൻ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു റിങ് കൂടെ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ്. ഓവൻ ഇല്ലാതെ പ്ലം കേക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. പ്ലം കേക്ക് ആയതുകൊണ്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കും. അല്ലാത്ത കേക്കിനെ അപേക്ഷിച്ചിട്ട് ഇതൊരു 1 മണിക്കൂറും 20 മിനിറ്റുമാണ് എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ പ്ലം കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു കളറാണ് മുകളിൽ വന്നിട്ടുള്ളത്. ഇതിനി നന്നായിട്ട് തണുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഒരു വയറാക്കിൻ്റെ മുകളിലായിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് 1 കിലോയും 146 ഗ്രാമും ആണുള്ളത്. പിറ്റേ ദിവസമാണ് ഈ പ്ലം കേക്ക് കട്ട് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. സൈഡിലും മുകളിലൊക്കെ നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഓവനിൽ ചെയ്യുമ്പോഴാണ് ഇത്രയും നല്ല കളർ കിട്ടുന്നത്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്തത് കൊണ്ടാണ് ഇതുപോലെ എല്ലായിടത്തേക്കും തന്നെ അതൊക്കെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്